ഓക്കെ, അല്ലെങ്കിൽ കേസ് വേണ്ട, ബോറായിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിയൽമി പുറത്തിറക്കുന്ന അവർ റിയൽമി GT Neo 2 ഒരു PUBG ടെസ്റ്റാണ്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം റിയൽമി GT Neo GT Neo 2 അൺബോക്സിങ് ഞാൻ റിവ്യൂ ഇട്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PUBG കളിച്ചപ്പോൾ നല്ല ഹീറ്റ് ഉണ്ടായിരുന്നു, ബാക്കി ഗെൻഷിൻ ഇമ്പാക്റ്റ് ഫോർട്നൈറ്റ് ഒന്നും കളിച്ചപ്പോൾ ഒരു ഹീറ്റും ഇല്ലായിരുന്നു. നമ്മൾ PUBG മുമ്പിൽ റൺ ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള ഹീറ്റ് ഉണ്ടായിരുന്നെന്ന്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ ഒരു ഗെയിം പ്ലേ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഞാൻ മടുത്തോണ്ടാണ്. കാരണം ചിലപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുകൊണ്ടിരുന്ന് ഞാൻ മടുത്തു. അപ്പോൾ എനിക്കറിയാം കുറേ ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു 4 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അടങ്ങുന്നൊരു വീഡിയോ ആയിരിക്കും. ഇത് PUBG മൊബൈൽ ചൈനീസ് വെർഷനാണ്. ഗ്ലോബലാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ചൈനീസ് വെർഷൻ കളിച്ചപ്പോഴാണ് എൻ്റെ ഫോൺ ഹീറ്റായത്. അപ്പോൾ ഗ്ലോബൽ വെർഷൻ എൻ്റെ ഇപ്പോൾ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പ്ലേ സ്റ്റോർ അവൈലബിൾ അല്ല. എങ്കിൽ ഞാൻ ഗ്ലോബൽ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത് ചൈനീസ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗ്ലോബൽ വെർഷൻ ഇല്ല, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഗ്ലോബൽ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാൻ സാധാ PUBG ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗെയിം പ്ലേ കളിക്കുന്നത് അരമണിക്കൂർ, അതായത് 30 മിനിറ്റാണ് ഞാൻ കളിച്ച് നോക്കാനായിട്ട് പോകുന്നത്. കളിച്ച് നോക്കിയിട്ട് ഇതൊരു 4 മിനിറ്റിൻ്റെ അകത്ത് വീഡിയോ കട്ട് ചെയ്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ PUBG ചൈനീസ് വെർഷൻ ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. സെയിം എസ് ഗ്ലോബൽ വെർഷനാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് 12:30-ക്കാണ് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് കഴിഞ്ഞത്. ഈ ഒരു ഫോൺ ഇന്ത്യയിൽ പുറത്തിറക്കി വിത്ത് സെയിം സ്പെക്സ് ആൻഡ് പ്രൈസ് ഈസ് ഓസം. നല്ല രീതിയിലുള്ള പ്രൈസിങ് ഞാൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. പ്രൈസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഞാനിപ്പോൾ ഗ്രാഫിക്സ് എല്ലാം ഫുള്ളിലിട്ടാണ് കളിക്കാനായിട്ട് പോകുന്നത്. ഫുള്ളാണ്. ഇതിൻ്റെ മാക്സിമം സെറ്റിങ്സ് എത്രത്തോളം പോകും അതിലാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. ഇനി ലോബിയിൽ കയറി നമ്മൾ കളിക്കേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗെയിം നേരെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കളിച്ച് നോക്കാം. അപ്പോൾ എവിടേക്ക് ഹീറ്റിംഗ് വരുന്നുണ്ടെന്ന് എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഈ ഒരു ഫോൺ മേടിക്കുന്നെങ്കിൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ഫോൺ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ചൈനയിൽ ഇറങ്ങിയ ഫോണല്ലേ, ഇന്ത്യയിൽ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. കാരണം ഇത് ചൈനയിൽ ഇറങ്ങിയ സെയിം യൂണിറ്റാണ് ഞാൻ ഇന്ത്യയിലും കൊണ്ടുവരുന്നത്. ജസ്റ്റ് നെയിമിൻ്റെ അകത്ത് അങ്ങനെ വ്യത്യാസങ്ങൾ, UAE-ൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നേ ഉള്ളൂ. എനിവേ, നമുക്ക് നേരെ ഈ ഒരു PUBG കളിച്ചിട്ട് നോക്കാം. സോ നമുക്ക് നേരെ ഈ ഒരു PUBGയുടെ ഒരു ഗെയിം പ്ലേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഞാനൊരു അരമണിക്കൂർ കളിച്ചതിൻ്റെ ഒരു കട്ട് ചെയ്ത വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. സോ കുറച്ച് നേരം കളിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 15 മിനിറ്റ് വരെ കളിച്ച് തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയി ഏകദേശം. അപ്പോൾ ക്യാമറയുടെ, അതായത് ആ പഞ്ച് ഹോൾ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് ഹീറ്റായി തുടങ്ങി. ചെറുതായിട്ടല്ല, നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സെയിം ആസ് നമ്മൾ റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് ആദ്യം ഹീറ്റ് വന്ന ഒരു ബാക്ക് റിയർ ക്യാമറയുടെ തൊട്ട് മുകളിലായിട്ട് വന്നതുപോലെ തന്നെ ഹീറ്റിങ് ആ ഒരു മുകളിലത്തെ പോർഷൻ ഫുള്ള് വരുന്നുണ്ട് ഹീറ്റ്. നല്ല രീതിയിലുള്ള ഹീറ്റ് പമ്പ് ചെയ്യുന്നുണ്ട് ഫോണ്. നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് ഈ ഗെയിം കളിക്കുന്ന സമയത്ത്. അപ്പോൾ ഗെൻഷിൻ ഇമ്പാക്റ്റിന് വലിയ പ്രശ്നമില്ലായിരുന്നു, ഫോർട്നൈറ്റിന് വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു. ഫ്രീ ഫയറിന് പിന്നെ ഇഷ്യൂ കാണില്ല, അത് ഉറപ്പാണ്. PUBGക്ക് മാത്രമേ പ്രശ്നം വരുന്നെങ്കിൽ ബാക്കി ഒരു ഗെയിംസിനും ഇത് വരത്തില്ല. സോ നല്ല രീതിയിലുള്ള ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഫോൺ കൈ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പേടിയുണ്ട്. ഇനി നമുക്ക് അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗെയിം കളിച്ചതിൻ്റെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം വീണ്ടും അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞ്, അതായത് ഏകദേശം അരമണിക്കൂർ കളിച്ച് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ട് ഫോൺ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. ഇതെനിക്ക് പറയാനുള്ളത് എപ്പോഴും കറക്റ്റ്. നമ്മളിപ്പോൾ ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയണമെങ്കിൽ കറക്റ്റായിട്ട് ഇത് പെയ്ഡൊന്നുമല്ല, റിയൽമി പൈസയൊന്നും എനിക്ക് തരുന്നില്ല, പെയ്ഡല്ല. നല്ല രീതിയിൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്, നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. കളിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. എനിക്ക് കണ്ണും വേദനിക്കുന്നുണ്ട്. കാരണം കൈ ചൂടാകുമ്പോൾ എന്തോ എനിക്ക് പെട്ടെന്ന് കണ്ണും വേദനിക്കും, കണ്ണൊക്കെ നീറുന്ന പോലെ എനിക്ക് തോന്നും. കൈയും നല്ല ഹീറ്റുണ്ട്. കണ്ടോ, ഇപ്പോൾ 40, 34 കണ്ടോ, നല്ല രീതിയിലുള്ള സെൽഷ്യസ് കൂടി നിൽപ്പുണ്ട്. ബാക്കിൽ റിയർ ക്യാമറ ബമ്പിൻ്റെ മുകൾ ഭാഗമാണ് ചെറുതായിട്ട് ഹീറ്റായി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി GT Neo 2 PUBG ഗെയിം പ്ലേ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ, ഗെയിമിങ്ങിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ തമ്മിൽ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ദിസ് ഈസ് സത്യൻ സൈനിങ് ഔട്ട്.